മല്ലികേ, സ്വർണ്ണല്ലേ? താലിയൊക്കെ ഉണ്ട് ഇവള്. മല്ലികേ, ഇങ്ങോട്ട് വാ. ഡാഡി, എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ മാല എവിടെ? മാല? അയ്യോ, എന്റെ മാല എവിടെ പോയി? ഇന്നോടെ ചോദിക്കണം. ദൈവമേ, എന്റെ താലി എവിടെയും പൊട്ടി വീണാണോ? ദൈവമേ, എനിക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു മാലയാ. എനിക്ക് നാത്ത അങ്ങനെ നോക്കിട്ട് വരട്ടെ. ഞാൻ വേഗം അവിടെ വീണ് കിടക്കിയിരുന്നു. ദൈവമേ, അയ്യോ പൊട്ടിപ്പോയി. എന്റെ കൊളുത്തുണ്ടോ നോക്കാം അവിടെ എവിടെയെങ്കിലും? കൊളുത്തുണ്ട്. ഈ എന്ത് ബോധത്തിലാ നടക്കണ്? അന്റെ താലി അല്ലേടി ആ കിടക്കണ്? താലിയാ. വാസേട്ടൻ അങ്ങനെ അറിഞ്ഞ് എന്നെ കൊന്നുകളയും. കൊളുത്ത് ഇവിടെ എവിടെ ഉണ്ടോ നോക്ക്. ഇവിടെ എവിടെ വീണിട്ടുണ്ടാവും. ഒന്നാമത്തെ ഈ ചെറിയ മാല ഇട്ട് നടന്ന ഒരു കട്ടിയുള്ള മാല വാങ്ങിട്ടൂടെ എനിക്ക്? എന്റെ അടുത്ത് ആകെ ഉള്ളത് ഇത് മാത്രം, ചെറുത്. ഇപ്പൊ വാസേട്ടൻ അറിയണ്ട നോക്ക്. പക്ഷെ ഇത് ശരിയാക്ക്. വാസേട്ടാ, എന്റെ മാല പൊട്ടിപ്പോയി. എന്താണ് മാല പൊട്ടിപ്പോയി. താലി പൊട്ടിയോ? പൊട്ടി വീണിട്ട് ഇതപ്പൊ റസിയാക്ക് കിട്ടിയതാ. ഇത് നോക്കണ്ട നീ. ഞാൻ നോക്കിയല്ലേ, എന്റെ കൊളുത്തും കാണുന്നില്ല. കൊളുത്ത് എവിടെയോ പൊട്ടി വീണെന്ന് തോന്നുന്നു. കൊളുത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കി എവിടുന്നാ കിട്ടിയത്? അതെ, കയ്യിൽ കുറെ പൈസ ഇരിക്കണ്ടല്ലോ, അത് ചെലവാക്കാനുള്ള എങ്ങനെയെങ്കിലുള്ള മാർഗം അവൾ ഉണ്ടായിക്കോളും. ഇനി നാളെ പണിക്കെങ്ങാനും പോകുമ്പോ മാറ്റാം. അയ്യോ, നാളെ പോരാ വാസേട്ടാ, ഇന്ന് തന്നെ വേണം. എന്റെ താലിയല്ലേ ഇത്. താലിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ വഴിക്ക് പോവാണ്. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് താലിടാണ്ട് നിൽക്കാൻ പറ്റില്ല. താലിടാണ്ട് നിങ്ങൾക്ക് തന്നെ അതിന്റെ ദോഷം. ഓ, എനിക്കെന്ത് ദോഷം? അത് ശരിയട്ടോ വാസുട്ടിയുടെ. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു നല്ല മാല മേടിച്ചു കൊടുക്ക്. ഈ നരിന്ത് പോലത്തെ ചെയിൻ എന്ന് ഇടുമ്പോ അത് പൊട്ടിപ്പോയില്ലേ? ഞാൻ അതാണ് കണ്ടോ കട്ടിയുള്ള മാല ഇട്ട് കൊടുക്കണം. ഒരു കാര്യം ചെയ്യ്, ഇതെന്ത് കൊണ്ടോക്കോ, എന്നിട്ട് ഒരു കട്ടിയുള്ള മാല അവൾക്ക് കൊടുക്ക്. കൊണ്ടോക്കോ, കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ തമാശ കളിക്കരുതേ. അല്ല പിന്നെ ഇവിടെ കൊളുത്തുണ്ടോ നോക്ക്. ഇവിടെ നിങ്ങൾ വേഗം. ഇനി കൊളുത്തുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നു അതിങ്ങനെ തയഞ്ഞു ഇതായതാ. അതിനിപ്പോ ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതി. തട്ടാൻ എടുത്തോണ്ടിട്ട് ഓക്ക് ഇതൊക്കെ പറയാം. എന്താ എളുപ്പാ? ഞാൻ പോവാ. അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നത്? ഞാൻ ഇപ്പൊ എന്തിനാ വന്നത്? എന്റെ ഇടിയപ്പത്തിന്റെ മതി തിരിക്കണ സൂത്രം എവിടെ? അത് ഞാൻ തെര ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 ദിവസമായി. തെരടി, ഇത് കൊണ്ടുപോയിട്ട് ശരിയാക്ക. ആദ്യം എന്റെ ചെരുപ്പ് എടുക്കട്ടെ. എന്നാ ശരി, ഞാൻ പോവാ. വേഗം ശരിയാക്കി കൊണ്ടുവരണേ വാസേട്ടാ. ഈ എന്ത് ബോധത്തിലടി നടക്കണ്? ആ സാധനം എടുത്തിട്ടെന്നേ തരാം. അത് ഈ പണിക്കാരെ കിട്ടാനാണ് പാട്. ഉമാര് അന്വേഷിച്ച് തന്നില്ലെങ്കിൽ ഉമാര് സമയത്ത് വരൂലേ? ശരിയാ. സമയത്തിന് നമ്മള് സംഗതി നടത്തും വേണം. എവിടെ പോണ്? ഞങ്ങളൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാ. മൂപ്പരൊരു ചെറിയ കച്ചവടം എടുത്തിട്ടുണ്ട്. എന്ത് കച്ചവടം? നമ്മുടെ ശങ്കരൻ നമ്പൂരിയുടെ ഇല്ലത്തെ ഒരു 3 പുളിമരം നിപ്പുണ്ടല്ലോ, അതിന്റെ പുളി പറിക്കാൻ വേണ്ടിട്ട് ഞാൻ കരാർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 30,000 രൂപക്കാണ് അത് എടുത്തത്. 10 രൂപ ഞാൻ അഡ്വാൻസ് അപ്പൊ തന്നെ കൊടുത്ത്. 10 രൂപ ഇപ്പൊ പരീക്കാൻ തന്നു. അപ്പൊ ഒരു 10 രൂപ അയാൾക്ക് ബാലൻസ് കൊടുക്കണം. പിന്നെ അത് പണിക്കാരുടെ പൈസയും കൊടുക്കണം. അപ്പൊ ഒരു ഇത്തിരി ഫണ്ട് വേണം. അതിനുള്ളൊരു ഓട്ടത്തിലാണ് കാലത്തെ. ആണോ? ചെറിയൊരു കേസ് കേട്ടാ, പക്ഷെ നടക്കണ്ടേ. ഒരു 19 രൂപ കിട്ടും ഇത് കൊടുത്താലേ. എത്ര രൂപ കിട്ടും? 19,000 രൂപയുടെ പുളി ഉണ്ടത്. 30 രൂപ കൊടുത്ത ഒരു 20 രൂപ നമുക്ക് ലാഭം കിട്ടും. ഒരാളെ കൂടെ കൂട്ടുവോ? ഒരാളെ കൂടെ കൂട്ടുവോ? ആരെ? എന്നെ. എന്റെ എന്തുണ്ടായിട്ട്? എന്തുണ്ടായിട്ട്? അന്ന് എന്റെ അടുത്ത് പിന്നെ പൈസ ഒന്നുമില്ലേ? ഉണ്ടെങ്കിൽ തന്നോ ചേർന്നോ? കണ്ണി കണ്ടവർ അന്വേഷിച്ച് എന്നിട്ട് എന്നോട് പറയാത്തത് നിങ്ങള്? എടാ, ഇത് ചെറിയൊരു ചെങ്ങാൽ, ചെറിയൊരു ബിസിനസ്, അതാണ്. അല്ലാണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് അറിയിക്കില്ലേ? വലിയ ബിസിനസ് ഒന്നും നടക്കണില്ലടോ. അപ്പൊ ചെറിയ ബിസിനസ് വരുമ്പോ എന്നെ കൂടി കൂട്ടണ്ടേ? ഇതിപ്പോ ഇന്ന് രാവിലെ അത് അവന്റെ കയ്യിലുള്ള ഒരു പൈസ തിരിമറിക്കാൻ ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞാണ്. എന്തായത്? ഇതെന്താ കട്ടോണ്ടിരിയാ? എവിടുന്നത്? ഒന്ന് പോയങ്ങ ഏതാ കട്ടോണ്ട് വരുന്നത്? ഇത് മല്ലികയുടെ ചെയിനാണ്. ഇതിന്റെ കൊളുത്ത് പൊട്ടിയിട്ടേ അത് ഞാൻ വിളക്കാൻ വേണ്ടി കൊണ്ടുപോവാ. ഒരു കാര്യം ചെയ്യ്, ഇത് പണയം വെച്ചിട്ട് പൈസ എടുത്തോ. ഇത് പണയം വെച്ച് കഴിഞ്ഞാൽ 5-10 ദിവസവും നമുക്ക് പൈസ തിരിച്ചു കിട്ടാൻ. അത്ര ദിവസം ഒന്നാമത്തെ അതൊക്കെ വലിയ അടങ്ങറാവട്ടെ. വെറുതെ വേണ്ടാത്ത പണിക്ക് വെക്കണ്ട. അപ്പൊ നടക്കൂല. പോവാ. അല്ലെങ്കിൽ ഒരു പണി ചെയ്താലാ, നമുക്ക് ഇത് പണയം വെച്ചിട്ട് ഇതുപോലത്തെ റോൾഡ് ഗോൾഡിന്റെ ഒരു ചെയിൻ മേടിച്ച് മല്ലികക്ക് ഇടാൻ കൊടുക്കാം. കെട്ട് താലിയാണ് ചങ്ങായി. എന്ത് താലിയാണെങ്കിലും അവനും 5,000-6,000 രൂപ കിട്ടുന്ന കാര്യമല്ലേ? ഒരു കാര്യം ചെയ്യാം, അതാ നല്ലത്. ഇതേപോലത്തെ കിട്ടുവോ? പിന്നെ അതൊക്കെ 10-150 രൂപ കൊടുത്താൽ കിട്ടും. എടാ, ഈ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുള്ള പരിപാടി വേണോ? എന്താ തിരിച്ചെടുത്ത് കൊടുക്കുമല്ലോ. വെറുതെ വട്ടം പറയല്ലേ. ഇത് കള്ളും കഞ്ചാവും കുടിക്കാനല്ലല്ലോ, അരി മേടിക്കാനല്ലേ. ഒരു 10 റുപ്യ എനിക്ക് കിട്ടാൻ പ്രശ്നം. അതുകൊണ്ടല്ല. അല്ല, നിങ്ങൾ എന്തിനാ ആയിക്കോളാം, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല കേട്ടോ. ഞാൻ എനിക്കിത് അറിയൂല.
കിട്ടിയോ? മാല കിട്ടിയില്ല. മാല 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരണമെന്ന്. ഞാൻ അവിടെ ഭയങ്കര തിരക്കാണേ. അപ്പൊ പിന്നെ ഞാൻ നിർബന്ധിച്ച് പറയുകയും ചെയ്തില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് തന്നാലും മതി, കുഴപ്പമില്ല പറഞ്ഞു. എന്റെ വാസുവേട്ടാ, ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിട്ടില്ല താലി ഇടാത്തതിനെ കൊണ്ട്. കയ്യിലും ഇല്ല കഴുത്തിലും ഇല്ല. ഞാൻ പ്രത്യേകം പറഞ്ഞില്ല ഇന്ന് തന്നെ എങ്ങനെങ്കിലും ഒന്ന് വിളക്കിച്ചു കൊണ്ടുവരണമെന്ന്. അപ്പൊ താലില്ലാണ്ട് നീ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ? ഇല്ല, അതെന്താണ്? എനിക്ക് പറ്റൂല, എനിക്ക് ഇഷ്ടമല്ല. ആകെ അതല്ലേ ഉള്ളു എന്റെ അടുത്ത്. അതും കൂടെ ഇല്ലാണ്ട് നാണക്കേടല്ലേ. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് തന്നെ കൊണ്ടുവരണമെന്ന്. പറഞ്ഞാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെന്താ? അയ്യോ ശരിയാക്കില്ലേ. നല്ല കളർ ഉണ്ടല്ലോ അല്ലേ നേരത്തെ. ഇല്ലേ? ആ അതാണ്. അതെങ്ങനെ? ഇതേ 916 ആക്കി. 916 ആക്കാനോ? മാറ്റി കൂട്ടിയാ? ആ ദൈവമേ, ഇപ്പൊ പരിശുദ്ധ സ്വർണ്ണായി. വെറുതെ അല്ലട്ടോ, നല്ല കളർ ഉണ്ട്. ഇനി ഇത് ഞാൻ ഉരിയില്ല കഴിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടടാ. ഞാനേ ഇതവിടെ കൊടുത്ത സമയത്ത് അവിടെ വേറെ ഏതൊക്കെയോ ചെയിനുകൾ ഇതേപോലെ ഇങ്ങനെ ഈ 916 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോടുള്ള ഒരു താല്പര്യം കൊണ്ട് മൂപ്പര് പറഞ്ഞു ഞാൻ ഇതും കൂടി അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. നന്നായിട്ടോ. അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അത് തിരിച്ചും ഘടന തരണം. ഇത് ഒന്നും കൂടി പിന്നെ അങ്ങനെ മാറ്റി കൂട്ടി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആ തിളക്കം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ കളർ പോകും പറഞ്ഞു. പണ്ടത്തെ പോലെ പോകും. പണ്ടത്തെ മാതിരി പോകും. അയ്യോ, അപ്പൊ എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ട് ഉരുത്തന്നാ പോരെ? അത് മതി, അത് മതി. അല്ല ഒന്നുകൂടി ആക്കണം എന്ന് പറയാ. അപ്പൊ ഇനി പോവുകയില്ല കളറ്? പോവില്ല. കുട്ടികളൊക്കെ എവിടെയാണ്? കുട്ടികൾ അവിടെ അമ്മേന്റെ അടുത്ത് കിടന്നുറങ്ങുക. ഉറങ്ങിയ ഇത്ര വേഗോ? പിന്നെ അല്ലാണ്ട് സമയം എത്രയെന്ന വിചാരം. ശരിയാണ്. പിന്നെ വാസുവേട്ടാ, നമ്മളെ സരളമ്മായില്ലേ? സരളമ്മായി? എന്റെ അമ്മായില്ലേ? എന്നെ വിളിച്ചിട്ടുണ്ടേനെ. നാളെ എന്തോ ഒരാവശ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളിവിടെ ഉണ്ടാവില്ലേന്ന് ചോദിച്ചു. എന്താവശ്യം? അതെന്താ വെച്ചാ മോനെങ്ങാനും എന്തോ ഒരു വയ്യായിക ഉണ്ട്. എന്റെ ദൈവമേ, ആകെ പെട്ടു. എന്താണ്? അല്ല ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരുമോ? അങ്ങനെയൊന്നുമില്ല. മോന്റെ കാര്യം പറയാനൊക്കെ ആയിരിക്കും നമ്മളെടുത്ത്. നമ്മളല്ലേ ഉള്ളൂ. അല്ല എന്നിട്ട് ഇവിടെ കൂടുവോ? കൂടൊന്നുമില്ല. എന്നോട് ചോദിച്ചു ഇവിടെ ഉണ്ടാവൂലേ, മോന്റെ ഒരു വിഷമം പറയാൻ വേണ്ടിട്ടാണ്. വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം. മല്ലിക, മല്ലിക. അമ്മായി, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എങ്ങനെയാ വന്നേ? അമ്മായി ഞാൻ ഓട്ടയ്ക്കാ വന്ന. അകത്തേക്ക് നമുക്ക് സുഖാണോ മോളെ? മോളെ ഇവിടെയാണോ താമസിക്കണേ? അമ്മായി അകത്തേക്ക് ഇരിക്കും, ഞാൻ എല്ലാം പറയാ. അപ്പൊ അതാണ് പ്രശ്നം. മോളെ അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടാ മോളെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കണ ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ. അതിന് 30,000 രൂപയാണ് ഡോക്ടർ ഇപ്പോൾ ചോദിച്ചേക്കണത്. പിന്നെ എങ്ങനെയൊക്കെയോ അമ്മായി 20,000 രൂപ ഒപ്പിച്ചു വെച്ചു. 10,000 രൂപയും കൂടി ഉടനെ തന്നെ വേണം മോളെ. അതിന് സമയവും ഇല്ല, നാളെ തന്നെ കൊടുക്കണം. അത് കാരണം അമ്മായി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്താ ചെയ്യുക. 10,000 രൂപ എവിടെ പോയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇതും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് മോളെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെയാണ് അമ്മായി ഇങ്ങോട്ട് വന്നത് മോളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മോളുടെ സ്ഥിതി ഇതാണെന്ന് അമ്മായി അറിഞ്ഞിരുന്നില്ല മോളെ. അറിഞ്ഞെങ്കിൽ അമ്മായി വരൂലായിരുന്നു ഇങ്ങോട്ട്. വാസട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. മോക്ക് പരിചയമുള്ള ആരെങ്കിലും അയലുകാരോടൊക്കെ ചോദിച്ചാൽ കിട്ടുമോ മോളെ? ആരടുത്തെങ്കിലും ഒന്ന് മറിക്കാൻ? ഇവിടുത്തെ അയൽവക്കം എന്ന് പറഞ്ഞാൽ അമ്മായി ഇപ്പൊ കണ്ടില്ലേ, റസിയാന്റെ വീട്ടിന്റെ ബാക്കിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത്. ഇനിയിപ്പോ പൈസയും കൂടെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ചെയ്യാ മോളെ? ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ മോൻ്റെ കാര്യം അവനെനിക്ക് നഷ്ടപ്പെടും മോളെ. എന്തെങ്കിലും ഒരു വഴി ഒന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കും മോളെ. അമ്മായി ഒരു കാര്യം ചെയ്യേ, തൽക്കാലം എൻ്റെ കയ്യിലിടാ മാല മാത്രമേ ഉള്ളൂ. അമ്മായി കൊണ്ടുപോയി. താലിമാല വേണ്ട മോളെ,
അതൊന്നും വേണ്ട, താലിമാല വേണ്ട മോളെ, വേറെ വേണ്ട വേണ്ട. അമ്മായി വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കി. എനിക്ക് വേറെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അമ്മായി ഒരു കാര്യം ചെയ്ത് പണയം വെച്ചിട്ട്, മോന്റെ ഓപ്പറേഷൻ അല്ലേ നമുക്ക് വലുത്. എന്നാലും മോളെ താലിമാല. അമ്മായി നമുക്ക് മോന്റെ ജീവനല്ലേ വലുത്. അമ്മായി ഇങ്ങോട്ട് വന്നിട്ട് പിടിച്ചോ, ഒരു കുഴപ്പമില്ല മോളെ. എന്നാലും താലിമാല ഒരു കുഴപ്പമില്ല. അമ്മ ഇന്ന് തന്നെ ഓപ്പറേഷന് പൈസ അടച്ചിട്ട്, ഇന്ന് നാളെയല്ലേ ഓപ്പറേഷൻ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ അത് നടത്താൻ നോക്ക്. വാസേട്ടാ, ആ ലൈറ്റ് ഓഫ് ചെയ്യ്. നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നല്ലേ? എന്തേ? അല്ല, ഞാൻ ചോദിച്ചതാ. എന്താ നിനക്ക്? ഇന്ന് സരളമ്മായി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ, ഞാനത് ചോദിക്കാൻ വിട്ടു. എന്തിനാ വന്ന്? ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് പോയിട്ടോ. ആ, അവരിങ്ങനെ മോനെ ആശുപത്രിയിലാന്ന് പറഞ്ഞോണ്ട് കുറച്ച് പൈസ എന്തെങ്കിലും തരുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. നമ്മുടെ അടുത്ത് എവിടെയാണ് പൈസ? അതാണ്, നമ്മുടെ അടുത്ത് പൈസയൊന്നും ഇല്ലല്ലോ. എനിക്കെന്താ വെച്ചാലേ അവര് ആദ്യം വരണു നീ പറഞ്ഞില്ലേ, അപ്പോഴേ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു തിരുപ്പിനാണ്. പക്ഷെ അത് അത്ര അത്യാവശ്യം എനക്കൊണ്ടാട്ടോ. മോൻ എന്തോ സീരിയസ് ആയിട്ടാന്നാ പറയുന്നത് ആശുപത്രിയിൽ കിടക്കുന്നത്. നമ്മുടെ അടുത്ത് എവിടെ പൈസ കൊടുക്കാം? അതാണ്, നമ്മുടെ അടുത്ത് പൈസ ഇല്ലല്ലോ കൊടുക്കാൻ. പക്ഷെ ഞാൻ കൊടുത്ത്. നീ കൊടുത്തോ? നിന്റെ കയ്യിൽ എവിടെ പൈസ? പൈസ ആയിട്ട് കൊടുക്കാൻ നിന്റെ കയ്യിലില്ല, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ എന്റെ ചെയിന് ഊരിക്കൊടുത്ത്. ചെയിന് ഊരിക്കൊടുത്ത്? ചെയിനോ? ഏതാ ചെയിനോ? താലി 916 ചെയിനോ? അപ്പൊ എന്തിനാ അത് കൊടുത്തത്? കൊടുക്കാൻ നമ്മളെ കയ്യില് പൈസ ഇല്ലല്ലോ. അത്ര സീരിയസ് ആയിട്ട് മോൻ കിടക്കാന്ന് പറയുമ്പോ. എന്നാലും അത് കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നോടൊന്ന് ചോദിക്കണ്ട മല്ലികേ. ഞാൻ വാസുവേട്ടനെ വിളിച്ചിനായിരുന്നേ, അപ്പൊ കിട്ടിയില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ അത് മാത്രല്ല, വാസുവേട്ടൻ സരളമ്മയ്ക്ക് കൊടുത്തോന്നല്ലേ പറയുള്ളൂ. ഒന്നാമത് മോൻ ഇത്ര സീരിയസ് ആയിട്ടൊക്കെ കിടക്കുമ്പോ നിങ്ങൾ എന്തായാലും എന്നാലും ഇത് കൊടുക്കാണ്ട് മുമ്പ് നിനക്ക് എന്നോട് ചോദിച്ചൂടെ? കിട്ടിയിട്ടില്ല നിങ്ങൾ, അതുകൊണ്ട്. അവരിത് വെക്കാനാണോ പണയം വെക്കാനാണോ? വെക്കാനാ. പണയം വെക്കാനാണോ? പിന്നെ തീർന്നു. എന്തിനാണ് വാസുവേട്ടൻ നിങ്ങൾ ഇങ്ങനെ ചൂടാകുന്നത്? എടി, പണയം വെച്ചവർക്ക് പൈസ കിട്ടും, പക്ഷെ ആ പണയപ്പണ്ട് എടുക്കണമെങ്കിൽ അവർക്ക് വേറെ പൈസ വേണ്ടേ? അത് ആര് കൊടുക്കും? നീ കൊടുക്കൂ? ഞാൻ കൊടുക്കൂ? ഇല്ല, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് എടുത്തിരുന്നു പറഞ്ഞു. അവര് എടുത്തു തരും, ഒരു കുന്ത എടുത്തു തരും. എന്തിനാണ് വാസുവേട്ടൻ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന? ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ഒരു പണയം വെക്കാൻ സ്വർണ്ണം ഊരി കൊടുത്ത് ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യം എന്താ? എന്താ മല്ലിക, എങ്ങനെയാണെങ്കിലും നിനക്ക് എന്നോട് ചോദിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നില്ലേ? ഇനി അതിന്റെ പുറകിൽ എന്തൊക്കെ പുകലുണ്ടാവും നിനക്കറിയോ? അതിനൊരു ചെയിൻ ഒരു കൊടുക്കാൻ പാടില്ല. തന്നെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇത്രമാത്രം ചൂടാവുന്നേ? ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചാന് അതിന്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് പൊട്ടിയത് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങാട് തിരിക്കാം ഇങ്ങാട് തിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വന്ന് തൂങ്ങിയിട്ട് ഇപ്പൊ എന്റെ തലക്ക് വെളിവ് കളയണം. എടാ ചെങ്ങാതി, എന്റെ പോക്കറ്റിൽ ഈ സാധനം ഇരിക്കുന്നില്ലേ? ഇത് എന്റെ പോക്കറ്റിൽ ഇരിക്കുമ്പോ പിന്നെ നിങ്ങളോട് രണ്ടാളോട് ഞാൻ നുണ പറയണോ? അപ്പൊ അല്ലേ മര്യാദക്ക് പറഞ്ഞാൽ 10 ദിവസമെങ്കിലും എടുക്കും ഇത് ശരിയായി വരാൻ. 10 ദിവസം കഴിഞ്ഞിട്ട് എടുപ്പിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നീ ഇപ്പൊ വന്ന് എന്റെ വീട്ടിൽ തലക്കൈയും കൊടുത്തിരുന്നിട്ട് ഞാൻ എന്ത് സമ്മാനം ഉണ്ടാക്കാനാണ്? അല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ തർക്കിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊരു പോംവഴി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ രണ്ടാളും കുറ്റക്കാരാണ്. ഇവൻ ആ മാല പൊട്ടിയ മാലയായിട്ട് വരുമ്പോ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാൻ നല്ലോണം അത് കേട്ടതാണ്. ഞാനും കൂടി ഉള്ളപ്പോഴാണല്ലോ പറഞ്ഞത്. വരിക ഇപ്പൊ പൈസ ഒപ്പിച്ചിട്ട് ഈ മാല എടുപ്പിച്ച് അവന് കൊടുത്താലും പ്രശ്നം പരിഹരിക്കപ്പെടണല്ലോ. ഈ തള്ള കൊണ്ടുപോയി ഏതെങ്കിലും ബാങ്കിൽ ആ മാല പണയം വെക്കാൻ നോക്കി അപ്പൊ അത് മുക്ക് കൊണ്ടുവന്ന് തെളിയും. അവര് പോലീസിനെ വിളിക്കും, ഇവര് അറസ്റ്റ് ചെയ്യും, ഇവര് അകത്താകും. ആ നിലക്കൊക്കെ വണ്ടി പോവുകയാണെന്ന് വെച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാന്ന് അറിയില്ല കേട്ടോ. ഇനി ഒരു ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ പരിയൊക്കെ കരം അടച്ചിട്ടുണ്ട് ഈ കൊല്ലത്താ. കരം അടച്ച റെസീറ്റ് ഇരിപ്പണ്ട വീട്ടില്. എന്തിനപ്പോ ഇതിന് കരടച്ച റസീത്? ആ തള്ളനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ കൊണ്ടുപോയ മാലയല്ലേ? അവരത് പണയം വെക്കാൻ ചെന്ന് അവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവരെ ജാമ്യത്തിൽ എടുക്കണമെങ്കിൽ കരമടച്ച റെസീറ്റ് വേണം നാളെ കാലത്ത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണ? ഇപ്പൊ ആ തള്ളനെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ കൊണ്ടുപോയതല്ലേ, ഈ നേരം വരെ അറിവൊന്നുമില്ലല്ലോ. എവിടക്കപ്പൊ ഇത് പോണേ? അല്ല, എന്തിനാണ് ഇപ്പൊ അതിന് എന്റെ കരടച്ച റസീത്? പിന്നെ വേറെ ആരുടെ പേരിലാണ്? ഞങ്ങളുടെ പേരിൽ സ്ഥലം വല്ലതും ഉണ്ടോ? എന്തൊക്കെ ഈ പറഞ്ഞിട്ടൊക്കെ? ഞാൻ വെറുതെ വീട്ടിലിരുന്നിരുന്നാണ് ഈ ചങ്ങാട് സങ്കടം കണ്ട് ഇറങ്ങി തിരിച്ചാണ്. ആ ഒഴിഞ്ഞോ വരിക, കൈയൊഴിഞ്ഞോ, ഒരാപത്ത് വരുമ്പോ കൈയൊഴിഞ്ഞോ. ഇതാണ് എന്നിട്ട് വലിയ സൗഹൃദവും നല്ല മനുഷ്യനും മെസ്സേജ് പറയണ ആളും. ആരാ കയ്യൊഴിഞ്ഞായി? ആരാ കയ്യൊഴിഞ്ഞായി? ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതി വരുമ്പോ അതൊന്നും ആലോചിക്കാനുള്ള സമയം കൂടി കിട്ടണ്ടേ? ഇത് എന്തൊക്കെ ഇടങ്ങറുകളെ വരുത്തി ഉണ്ടാക്കണ പടച്ചോനെ. അല്ല, പരീക്ഷയില്ലാതെ ആരാണ് ഇതിനൊരു പരിഹാരം കാണുന്നത്? ആരൊരു പരിഹാരം? ഞങ്ങൾ ആരോട് പോയി പറയാനാ പിന്നത്?
എന്തപ്പോ ഇത് സംഭവം? ഇത് എപ്പോഴാണ് എനിക്ക് കരടച്ച രസീത് വേണ്ടത്? എപ്പോഴാ വേണ്ടി ജോസൂട്ടി? പൈസേന്റെ കരമടച്ച റെസീറ്റ് വേണ്ട, പൈസ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വേണം റെസീറ്റ്. വാസുട്ടേ, വാസുട്ടേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാട ചങ്ങായി. കരടച്ച രസീത് പറഞ്ഞില്ലേ? നേരം വെളുക്കുമ്പോ പോയി വെക്കണാണ് 10-250 ഉറുപ്പ്യ അടച്ചൊക്കെ ശരിയാക്കി കൊണ്ടുവന്ന്. ഇനിയിപ്പോ അമ്മായിക്ക് ജാമ്യം എടുക്കാതിരിക്കുക, എന്താണ് ചെയ്തോ പരീക്കുട്ടിയെ സഹായിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. എന്തൊരു ജാമ്യം നിൽക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? ജാമ്യം അതെ, അവന്റെ വീടിന്റെ പിന്നമ്പുറത്ത് ഓടെല്ലാം കൂടെ അങ്ങനെ വരികയാണ്. അപ്പൊ അതിനൊരു ജാമ്യം കൊടുക്കാൻ വേണ്ടി. എവിടെ? ഏത് ഭാഗത്ത്? കിഴക്ക് ഭാഗത്ത്. കിഴക്ക് ഭാഗത്തുണ്ട്. അതിന് ജാമ്യം കൊടുക്കാന്നാ പറയാ, ഊന്ന് കൊടുക്കാന്നല്ലേ പറയാ? അത് ഒരു സൈഡിൽ ഊന്ന് കൊടുക്കുക, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിയുമ്പോ ജാമ്യം കൊടുക്കാന്നാ പറയാ. എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ല എന്നാശാരി പണി പഠിപ്പിക്കാൻ നിൽക്കുക നീ? ജാമ്യം കൊടുക്കാൻ ഞാൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഒന്നകത്തേക്ക് കേറി പോന്റെ മല്ലിക. അടക്കളയിൽ പണി ഉണ്ടാവില്ല, അതൊക്കെ നോക്കാളി. ഞാൻ അറിയാണ്ട് ഓട് നിറങ്ങി പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ഒരു കാളില് എന്താ അമ്മായി മല്ലിക. മല്ലിക എവിടെ മോളെ? മല്ലികണ്ട് മല്ലികണ്ട് മല്ലികണ്ട്. ഇത് അമ്മായി മറ്റേ അമ്മായി. ശരി. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, ഇനിയിപ്പോ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. അങ്ങനെ ഇടങ്ങറൊക്കെ തീർന്നു വെച്ചാളി. ഇപ്പൊ എന്തുണ്ടെങ്കിലേ ഞാൻ കരടച്ച രസീതൊക്കെ ഇപ്പൊ റെഡിയാക്കിയതാ കൊടുത്തേക്കണു. ഇനിയിപ്പോ നിങ്ങൾക്ക് ജാമ്യം കിട്ടാനൊന്നും പ്രശ്നമില്ല കേട്ടോ, ഒന്നും പ്രശ്നമില്ല, ഒക്കെ റെഡിയാവും. പാരി കിട്ടുള്ളത്തോളം കാലവും എന്റെ വാസുട്ടി മാസിന്റെ കുടുംബം ഇടങ്ങറാവില്ല. ഞാൻ പോട്ടെന്നാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ മോനെ ജാമ്യം എന്നൊക്കെ പറയണ? ഒന്നുമില്ല അമ്മായി, എന്റെ ഒരു കൂട്ടുകാരനാണ്. അവന് ചെറിയൊരു ക്രാക്ക് വന്നു. ഇപ്പൊ ഒരു കച്ചവടത്തിൽ കുറെ പൈസ എല്ലാം പോയിട്ടേ, അപ്പൊ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. കണ്ട ആൾക്കാരോട് മുഴുവൻ അത് പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ എന്താണ് അകത്ത് പണിതുകൊണ്ടിരിക്കണേ മല്ലികേ? അമ്മായി വേറെ ഇടങ്ങളിലൊന്നും ചെന്ന് പെട്ടിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ സഹായത്തിനുണ്ട്. ആയിക്കോട്ടെ. ആ മോളെ ഓപ്പറേഷൻ കഴിഞ്ഞു മോളെ, സുഖമായിരിക്കണം. പിന്നെ മോളെ ആ അമ്മായി എന്താ ഇപ്പം വന്നെന്നറിയാം? അമ്മായി ഹോസ്പിറ്റലിൽ നിന്നാണ് വരണത്. മോൾക്ക് ഇന്നലെ തന്നില്ലേ മോള് മാല, അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാ അമ്മായി. ഇല്ല മോളെ, അമ്മായിക്ക് അത് പണയം വെക്കേണ്ട വന്നില്ല. അമ്മായിക്ക് അതിന് മുന്നേ തന്നെ എല്ലാ പൈസയും അതിനുള്ള എല്ലാം കിട്ടിയായിരുന്നു. നല്ലോണം സുഖമായിട്ടിരിക്കണം. ശരി എന്നാ അമ്മായി ആശുപത്രിയിൽ നിന്ന് വന്ന അമ്മായി പോട്ടെ മോളെ. എന്നാ ചായ കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട്? വേണ്ട മോനെ, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ആശുപത്രിയിൽ ആരും ഇല്ല. ശരി ശരി. ഇപ്പഴാ എനിക്ക് സമാധാനമായത്, എന്റെ ശ്വാസം ഒന്ന് നേരെ വീണു. മാല കിട്ടിയില്ല, എന്നിട്ട് നിങ്ങളെ വെപ്രാളം ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. വാസൂട്ടിയേ, ഗ്ലാസ് വെള്ളം കൊടുത്താൽ മല്ലികേ കുടിക്കാനേ. അതേ എന്റെ കച്ചവടം ഒന്ന് നടന്ന് പൈസ കിട്ടിയപ്പോ തന്നെ ഞാൻ പോയി മല്ലികയുടെ മാല എടുപ്പിച്ചു. ഈ ഒരു പണി ചെയ്തുകൊണ്ട് പോയി അമ്മായിക്ക് കൊടുത്തിട്ടും വേഗം മറ്റേതങ്ങോട്ട് മേടിച്ചോണ്ട് പോവാ. ഇനി ഇതെന്തിനാ അമ്മായിക്ക് കൊടുക്കണ്? എന്ത് അമ്മായിക്ക് എന്റെ ആവശ്യമില്ലാന്നും. അത് അമ്മയത്തായ അകത്താവണ അല്ലടാ, അമ്മായി വേറെ എന്തൊക്കെ ഏരിയയിൽ പൈസ അറേഞ്ച് ചെയ്തു. അപ്പൊ ഇത് വേണ്ടാന്നും പറഞ്ഞിട്ട് ആ ചെയിനിതപ്പോ ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് പോയുള്ളൂ. ഇപ്പം ശരി, പണയം വെച്ചില്ല? പണയം വെച്ചില്ല. ഞാനൊരു ചേച്ചി അങ്ങോട്ട് പോകണുണ്ട്. ഞാനോർത്ത് വല്ല വനിതാ പോലീസ് വേഷം മാറി വന്നാണെന്ന് ഓർത്ത് ആകെ ടെൻഷനായി. ഒന്നുമല്ല, വെറുതെ മനുഷ്യനെ തീറ്റിച്ചല്ലോ. അല്ല ഇനിയിപ്പോ ഇത് ഇവളോട് എന്ത് പറയും? അതെന്താണ് എന്തേലും നുണ പറഞ്ഞിട്ട് ഇത് കഴുത്തേലിട്ടിട്ട് മറ്റത് മേടിച്ച് കളാ. എന്റെ പൊന്നേ മല്ലികേ, ഇവിടെ കിണർ ഒഴിച്ചൊരു വെള്ളത്തിൽ മുക്കി വരാനാണോ സംഭവം? അങ്ങോട്ട് കൊടുത്തു തരും. ഞാൻ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ല എന്ന് വരരുത്. ഭയങ്കര വെയിലേ, ഓട്ടി ഇടങ്ങറായി പോയി. ഇതൊരു മാല നോക്കട്ടെ. നല്ല മാലയാണ് അത്. അയ്യോ, എന്റെ മാല പോലെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ഇതേപോലത്തെ ഇവനോട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞാണേ. എന്തിന്? അല്ല, എനിക്ക് കുറച്ചൊരു പൈസയുടെ ഒരു തിരിമറിയുടെ ആവശ്യമുണ്ട്. ആ നിലമ്പൂരിൽ നിന്ന് മറ്റേ മരം വരണന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അത് വരുന്നതിന് മുമ്പ് ആ പൈസ ഇവിടെ കെട്ടണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസയാണ്, അപ്പൊ നമുക്ക് എടുക്കും ചെയ്യാം. അപ്പൊ ഒരു 4 ദിവസത്തിന് ആ ചെയിനൊന്ന് വാങ്ങിക്കാം. ഇത് പണയം വെക്കാൻ എന്റെ വാസയുടെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? എനിക്ക് ആകെപ്പാടുള്ള ഒരു സ്വർണത്തിന്റെ ചെയിനല്ലേ, പിന്നെ അമ്മായിക്ക് കൊടുത്തത് അത് ആശുപത്രിക്കാരി ആയതുകൊണ്ടല്ലേ. അങ്ങനെ ഇപ്പൊ ഈ ചെയിന് കടി നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് തടി ഇറക്കണ്ട. എന്നിട്ട് ഞാൻ പകരത്തിന് ഈ മുക്കുപണ്ടിടാനോ? മുക്കുപണ്ട കഴുത്തിൽ മുക്കുപണ്ടിടാൻ പറയാൻ ലോസോട്ട് തോന്നിയല്ലോ. അല്ല ഇവക്കൊക്കെ തന്നെ യോഗം.
എന്റെ ഒരു ഭാഗ്യമായി. എന്ത് ഭാഗ്യം? നീ അവളോട് ഇറക്കാതെ പണയം വെക്കാൻ ഒരു മുതലായില്ലേ, പോയി നോക്കി എടുക്ക്. ഇത് അടിയുടെ ചിരയുടെ തരികിട മേളം പൂരം കുട്ടീസ്.